മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ നിരന്തരം വാർത്തയാവുന്ന ഒരു കാലമാണിത്. വേനലാവുമ്പോൾ വനത്തിനുള്ളിലെ ഭക്ഷണത്തിൻ്റെയും വെള്ളത്തിൻ്റെയും ലഭ്യതക്കുറവ് കാരണം മൃഗങ്ങൾ നമ്മൾ മനുഷ്യർ താമസിക്കുന്ന ഇടങ്ങളിലേക്ക് ഇറങ്ങുന്നതാണ് ഇതിന് പ്രധാന കാരണം. അതുമൂലം കൃഷിനാശവും ചിലപ്പോഴൊക്കെ മനുഷ്യരുടെയോ വന്യജീവികളുടെയോ ഒക്കെ ജീവൻ നഷ്ടപ്പെടുന്നതിനും ഈ സംഘർഷങ്ങൾ കാരണമാവുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ മൃഗങ്ങൾക്ക് വനത്തിനുള്ളിൽ തന്നെ ഭക്ഷണവും വെള്ളവും ലഭ്യമാക്കുന്ന വനംവകുപ്പിൻ്റെ പദ്ധതിയുടെ ഭാഗമാവാനാണ് ഞങ്ങളുടെ സംഘടനയായ എർത്തിങ്സ് നേച്ചർ ഫൗണ്ടേഷൻ തോൽപ്പെട്ടി വന്യജീവി സങ്കേതത്തിൽ എത്തിയിരിക്കുന്നത്. കാടിനുള്ളിലെ ചെറിയ അരുവികളിലും നീരൊഴുക്കുകളിലും മരങ്ങളും ചില്ലകളും മണ്ണും ഒക്കെ ഉപയോഗിച്ച് താൽക്കാലിക തടയണകൾ നിർമ്മിക്കുകയാണ് ഞങ്ങൾ. ബ്രഷ്വുഡ് ചെക്ക് ഡാം എന്നാണ് ഇതിനെ വിളിക്കുക. താൽക്കാലികമായതുകൊണ്ട് തന്നെ മഴക്കാലം വരെ ഇത്തരം പ്രദേശങ്ങളിൽ മൃഗങ്ങൾക്ക് കുടിക്കുവാനുള്ള വെള്ളം ലഭിക്കും. മഴ തുടങ്ങിയാൽ അരുവികളിലെ ജലത്തിൻ്റെ ഒഴുക്കിൻ്റെ ശക്തി കൂടി അതിനോടൊപ്പം ഈ തടയണകൾ ഒലിച്ചു പോവുകയും ചെയ്യും. ഇത്തരം തടയണകളുടെ അടുത്ത് സാധാരണയായി മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാനെത്തും. അതുപോലെ തന്നെ ഈ പ്രദേശത്തെ പച്ചപ്പ് നിലനിൽക്കുകയും ചെയ്യും. ബ്രഷ്വുഡ് ചെക്ക് ഡാം നിർമ്മിക്കാൻ പ്രധാനമായും ഞങ്ങൾ ഉപയോഗിച്ചത് വയനാടൻ കാടുകളിൽ ഇപ്പോൾ പിടികൂടിയിരിക്കുന്ന അധിനിവേശ സസ്യമായ സെന്ന അഥവാ മഞ്ഞക്കൊന്നയുടെ മരങ്ങളാണ്. അധിനിവേശ സസ്യങ്ങളുടെ നിർമ്മാർജ്ജന പ്രവർത്തനമായ എക്കോ റിസ്റ്റോറേഷൻ പ്രോഗ്രാമുകൾ എർത്തിങ്സ് നേച്ചർ ഫൗണ്ടേഷൻ്റെ ഭാഗമായി ഞങ്ങൾ കേരളത്തിലെ വിവിധ വൈൽഡ് ലൈഫ് സാങ്ച്വറികളിൽ നടത്താറുണ്ട്. എർത്തിങ്സ് നേച്ചർ ഫൗണ്ടേഷൻ്റെ 20 വളണ്ടിയർമാരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് ഈ തടയണകൾ നിർമ്മിച്ചത്. എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് ഉത്സാഹിച്ച് ഈ പ്രവർത്തികളിലെല്ലാം പങ്കെടുത്തപ്പോൾ ഈ വേനൽ ചൂടിലും ഞങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞത് 6 തടയണകളാണ്. വർക്ക് ചെയ്യാനുള്ള അതേ ഉത്സാഹം തന്നെ ഈ തണ്ണിമത്തൻ വെള്ളം കുടിച്ചു തീർക്കുന്നതിനുണ്ടായിരുന്നെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ അല്ലേ. ഈ ബ്രഷ്വുഡ് ചെക്ക് ഡാമുകൾ കാണുമ്പോൾ ഇത് അരുവികളുടെ വെള്ളത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തി മറുവശത്തെ ഭാഗങ്ങളിലേക്ക് വെള്ളം എത്താതെ അവിടെയൊക്കെ വരണ്ടു പോകുമെന്ന സംശയം ചിലപ്പോൾ നിങ്ങൾക്കുണ്ടാവാം. എന്നാൽ അങ്ങനെയല്ല. ഏകദേശം 1 മീറ്റർ ഉയരത്തിൽ മാത്രമാണ് ഇതുണ്ടാക്കുന്നത്. ജലത്തിൻ്റെ ഒഴുക്കിന് താൽക്കാലികമായി മാത്രമേ ഇത് തടയുകയുള്ളൂ. നിങ്ങൾക്ക് ഇതുപോലുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾക്കൊപ്പം ചേരാവുന്നതാണ്. എർത്തിങ്സ് നേച്ചർ ഫൗണ്ടേഷൻ്റെ ഒഫീഷ്യൽ വാട്സാപ്പ് ഗ്രൂപ്പ് വഴിയാണ് ഇത്തരം ക്യാമ്പുകളുടെ അനൗൺസ്മെൻറ്റ് ഉണ്ടാവാറുള്ളത്. വാട്സാപ്പ് ലിങ്ക് വേണ്ടവർ കമൻറ്റ് ചെയ്താൽ മതി.